ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 8 വ്യാഴാഴ്ച മോഹിനി ഏകാദശിയാണ്. ഈ വൈശാഖ മാസത്തിലെ ഏറ്റവും പുണ്യമായ ദിനമാണ് മോഹിനി ഏകാദശി. മെയ് 7, 8, 9 തീയതികളിലാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. 7-ാം തീയതിയും 9-ാം തീയതിയും ഒരു നേരമാണ് അരിയാഹാരം കഴിക്കുന്നത്. ബാക്കി 2 നേരം ലഘുഭക്ഷണം കഴിക്കാം. 8-ാം തീയതി ഒന്നും കഴിക്കാതെ ഏകാദശി വ്രതം എടുക്കാം. വെള്ളം കുടിച്ചിട്ട് മാത്രം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ പാലും പഴവും കഴിച്ചെടുക്കാം. പിന്നെ ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല. ഓട്സ്, റാഗി ഇതൊന്നും ഏകാദശി ദിവസം കഴിക്കാൻ പാടില്ല. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം. ചാമ അരി, ചവ്വരി ഇതൊക്കെ നമുക്ക് ഏകാദശി ദിവസം കഴിക്കാവുന്നതാണ്. ഏകാദശി വ്രതകഥ കേട്ടാലോ? ഒരിക്കൽ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ മാധവ, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേരെന്താണ്? ദയവായി ആ ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി പറഞ്ഞു, അല്ലയോ കുന്തിപുത്ര, വസിഷ്ഠ മുനി ശ്രീരാമസ്വാമിക്കാണ് ഈ മോഹിനി ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരാം. സീതാദേവിയെ കട്ടുകൊണ്ടുപോയതിനു ശേഷം ശ്രീരാമൻ വളരെ അസ്വസ്ഥനായപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും മറികടക്കാനുള്ള മാർഗം പറഞ്ഞു തന്ന് എന്നെയും ഈ ലോകത്തിലെ ജനങ്ങളെയും പ്രബുദ്ധരാക്കും. വസിഷ്ഠമുനി മറുപടി പറഞ്ഞു, ഹേ പ്രഭു, അങ്ങയുടെ ദിവ്യനാമം ജപിക്കുന്നതിലൂടെ ഒരാൾ ഈ ജീവിതത്തിൽ സന്തുഷ്ടനാകുന്നു. പക്ഷേ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഇപ്രകാരം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യരാശിയുടെ നന്മയ്ക്കായും അനുഗ്രഹത്തിനായും വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്രതം ജീവിതത്തിലെയും സമൂഹത്തിലെയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരാളെ മോചിപ്പിക്കുന്നു. സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന പേരിൽ ഒരു മനോഹരമായ നഗരം ഉണ്ടായിരുന്നു. അത് ഭരിച്ചിരുന്നത് ദ്യുതിമാൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ധനപാൽ എന്ന വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഭക്ഷ്യധാന്യങ്ങളുടെയും പണത്തിൻ്റെയും സമ്പത്തുണ്ടായിരുന്നു. ധനപാൽ ഭദ്രാവതിയിലെ എല്ലാ ഗ്രാമവാസികൾക്കും പ്രയോജനത്തിനായി തടാകങ്ങൾ, യാഗവേദികൾ, മനോഹരമായ ഉദ്യാനങ്ങൾ എന്നിവ നിർമ്മിച്ചു. ധനപാൽ ഒരു നല്ല വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹത്തിന് സുമനൻ, ദ്യുതിമാൻ, മേധാവി, സുകൃതി, ദൃഷ്ടബുദ്ധി എന്നിങ്ങനെ 5 പുത്രന്മാരുണ്ടായിരുന്നു. 4 പുത്രന്മാരും വിഷ്ണുഭക്തന്മാരായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ പുത്രനായ ദൃഷ്ടബുദ്ധി ഒരു മഹാപാപിയായിരുന്നു. വേശ്യകളോടൊപ്പം ശയിക്കുക, സമാനമായ അധപതിച്ച ആളുകളുമായി സഹവസിക്കുക തുടങ്ങിയ നീചമായ പ്രവൃത്തികൾ അയാൾ ചെയ്തു. ദൃഷ്ടബുദ്ധി തൻ്റെ പിതാവിൻ്റെ സമ്പത്ത് വിവേചനരഹിതമായി ചെലവഴിച്ചു. എപ്പോഴും തൊട്ടുകൂടാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു. അമിതമായി മദ്യപിച്ചും ജീവിതം നയിച്ചു. മകൻ്റെ ദുഷ്കൃത്യങ്ങൾ അറിഞ്ഞ ധനപാലും മക്കളും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അച്ഛനും സഹോദരന്മാരും ദൃഷ്ടബുദ്ധിയെ ഉപേക്ഷിച്ചതോടെ വേശ്യകൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാൻ പണമില്ലാതെ വന്നതിനാൽ സുഹൃത്തുക്കളും വേശ്യകളും അവനിൽ നിന്ന് അകന്നു. വിശപ്പ് കൊണ്ട് അയാൾ മോഷ്ടിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ ഭടന്മാർ അയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അയാൾ ധനപാലൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അയാളെ വിട്ടയച്ചു. വീണ്ടും മോഷണം തുടർന്നപ്പോൾ ഭടന്മാർ അയാളെ പിടികൂടി മർദ്ദിക്കുകയും താക്കീത് ചെയ്ത് രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് അയാൾ വനത്തിലേക്ക് പ്രവേശിച്ചു. വിശപ്പും ദാഹവും കഷ്ടപ്പാടുകളും സഹിച്ച് അയാൾ അലഞ്ഞു നടന്നു. ഒടുവിൽ ഭക്ഷണത്തിനായി കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ അലഞ്ഞു നടന്ന് ഒരു ദിവസം അയാൾ തൻ്റെ മുൻകാല പുണ്യത്തിൻ്റെ ശക്തിയാൽ കൗണ്ഡിന്യമുനിയുടെ പുണ്യാശ്രമത്തിലെത്തി. അതൊരു വൈശാഖ മാസമായിരുന്നു. മഹാമുനി ഗംഗാനദിയിൽ നിന്നും കുളി കഴിഞ്ഞ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. മഹാമുനിയുടെ നനഞ്ഞ വസ്ത്രത്തിൽ നിന്ന് വീഴുന്ന ആ ജലത്തുള്ളികളിൽ ചിലത് സ്പർശിക്കാൻ ദൃഷ്ടബുദ്ധിക്ക് മഹാഭാഗ്യം ലഭിച്ചു. തൽക്ഷണം ദൃഷ്ടബുദ്ധി അജ്ഞതയിൽ നിന്നും മുക്തനായി. പാപപ്രതികരണങ്ങൾ കുറഞ്ഞു.
കൗണ്ഡിന്യ മുനിക്ക് എളിമയോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ദൃഷ്ടബുദ്ധി കൈകൾ കൂപ്പി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. മഹാബ്രാഹ്മണരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മോചിതനാകാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രായശ്ചിത്തങ്ങൾ ദയവായി വിവരിച്ചു തരൂ. ഋഷി മറുപടി പറഞ്ഞു, നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ മിക്ക കഷ്ടപ്പാടുകളെയും തരണം ചെയ്തത്. സ്വയം കൂടുതൽ ശുദ്ധീകരിക്കാനും മോക്ഷം നേടാനും നിങ്ങൾ മോഹിനി ഏകാദശി എന്ന മഹത്തായ വ്രതം സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെയും ആശ്രയത്തോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കണം. ഈ വ്രതം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം നൽകും. അതിനുശേഷം ദൃഷ്ടബുദ്ധി വൈശാഖത്തിലെ മോഹിനി ഏകാദശി വ്രതം വളരെ ചിട്ടയോടെ മുനി പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങളകന്ന് വളരെ കാലം സന്തോഷമായ ജീവിതം നയിക്കുവാനും സാധിച്ചു. മരണശേഷം ഒരു ദിവ്യ ശരീരം നേടി ഗരുഡനിലിരുന്ന് സ്വർഗീയ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് കയറി. അല്ലയോ രാമ, മോഹിനി ഏകാദശി വ്രതം ഭൗതിക അസ്തിത്വത്തോടുള്ള ഏറ്റവും ഇരുണ്ട മിഥ്യാബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. അതിനാൽ 3 ലോകങ്ങളിലും ഇതിനേക്കാൾ മികച്ച ഒരു വ്രതദിനമില്ല. മോഹിനി ഏകാദശിയുടെ മഹത്വം കേൾക്കുകയും വായിക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നയാൾക്ക് 1000 പശുക്കളെ ദാനം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കും. ഏകാദശി ദിവസവും പാരണ ദിവസവും ഈ കഥ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി പാരണ സമയം മെയ് 9 രാവിലെ 5:34 മുതൽ 8:16 വരെയാണ്. ഹരിവാസര സമയം മെയ് 8 രാവിലെ 7:05 മുതൽ വൈകിട്ട് 7:06 വരെയാണ്. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നതും ജലം പോലും കുടിക്കാതെ നാമജപം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും മോഹിനി ഏകാദശി വ്രതം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എടുക്കാനായിട്ട് നമ്മളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.